ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് പോലെ പ്രൈം ടൈം വിത്ത് SKN ആരംഭിക്കുകയാണ്. ഒരുപാട് വാർത്തകൾ വന്നൊരു വാർത്താ പകൽ. നമ്മുടെ ഏറ്റവും വലിയ വേദനയായിട്ട് അർജുൻ വരികയാണ് കോഴിക്കോട്ടേക്ക്. അതൊക്കെ നമുക്ക് പരിശോധിക്കണം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN ആരംഭിക്കുന്നു. നമ്മളെല്ലാം സങ്കടക്കടൽ മുക്കിയ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം ഞാൻ കടക്കുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ മൃതദേഹവുമായി ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. അർജുൻ്റെ സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ തുടങ്ങിയവരൊക്കെ ഈ ആംബുലൻസിലുണ്ട്. യാത്രാമധ്യേ അപകടം നടന്ന ഗംഗാവലി പുഴയുടെ തീരത്ത് ആംബുലൻസ് 5 മിനിറ്റ് നേരം നിർത്തിയിട്ടു. മൃതദേഹം നാളെ രാവിലെയോടെ കണ്ണാടിക്കലിലെ വസതിയിൽ എത്തിക്കും. ഇപ്പോൾ ആംബുലൻസിനൊപ്പം സഞ്ചരിക്കുന്ന അരുൺ പൂപ്പറമ്പയും അതുപോലെ അർജുൻ്റെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി മിഥുല ബാലനുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ആംബുലൻസ് തത്സമയം യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ ഈ നാട്ടിലേക്കുള്ള അവസാന യാത്രയാണ് ഇത്. വണ്ടി ഓടിച്ച് കർണാടകത്തിലേക്ക് പോയ അർജുൻ മടങ്ങി വരികയാണ്. ചേതനയേറ്റ ശരീരമായി ഈ ആംബുലൻസിൽ അർജുനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ നിങ്ങൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ് ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ വളരെ ഒരു സങ്കടക്കടലിലേക്കാണ് ഈ ആംബുലൻസ് വന്നിറങ്ങാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. കണ്ണാടിക്കൽ തീർച്ചയായിട്ടും വേദനാഭരിതമാകും. എത്രയോ ദിവസങ്ങളായി ഈ വഴിക്കണ്ണുമായി കാത്തിരുന്ന അമ്മയുടെയും സഹോദരിയുടെയൊക്കെ മുന്നിലേക്കാണ് ഈ ആംബുലൻസ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് മനസ്സിലാകുന്നു. ആ വേദനയുടെ ആഴങ്ങളും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയുണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. പറയൂ അരുൺ പൂപ്പറമ്പ. SKN ഒരുപക്ഷെ ഈ പാതയിലൂടെ, ഈ കടന്നു വരുന്ന പാതയിലൂടെ അർജുൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ടാകാം. വളരെ പ്രതീക്ഷയുമായി ആ മകന് കളിപ്പാട്ടവുമായി, അല്ലെങ്കിൽ അത്തരത്തിൽ ലോറിയിൽ തന്നെ ഒരുപാട് തവണ യാത്ര ചെയ്ത ആ പാതയായിരിക്കാം ഇത്. ആ പാതയിലൂടെയാണ് ചേതനയേറ്റ ശരീരമായി അർജുൻ ഇപ്പോൾ കടന്നു പോകുന്നത്. അത് ഇപ്പോൾ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇതൊരു അന്ത്യയാത്രയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇങ്ങനെയൊരു മടങ്ങി വരവ്. നമ്മൾ അർജുനെ ജീവനോടെ തിരികെ എത്തിക്കണമെന്ന് ആദ്യഘട്ടത്തിലൊക്കെ ആഗ്രഹിച്ചു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതുണ്ടാവില്ല എന്ന് നമ്മൾ ഉൾക്കൊണ്ടു. അങ്ങനെ ജീവനോടെ അർജുൻ തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. പക്ഷെ നമ്മുടെ കൺമുന്നിൽ ആ യാഥാർത്ഥ്യം എത്തുമ്പോൾ അതൊരു പക്ഷേ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അർജുൻ്റെ ചേതനയേറ്റ ശരീരവുമായി ആ ആംബുലൻസ് ഈ പാതയിലൂടെ കടന്നു പോവുകയാണ്. കോഴിക്കോട് അർജുൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് വൈകിട്ട് 6 മണിയോടെയാണ് കാർവാർ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം അർജുൻ്റെ കുടുംബത്തിന്, അതായത് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങിയത്. ആ ഘട്ടത്തിൽ ജിതിനും അതോടൊപ്പം അഭിജിത്തും വളരെ വിങ്ങലോടെയാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങിയത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവരെ സംബന്ധിച്ച് അവർ ഈ അപകടമുണ്ടായ ആദ്യഘട്ടം മുതൽ ഷിരൂരിലുള്ളവരാണ്. ഈ തെരച്ചിലിൻ്റെ ഈ ദൗത്യത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും അവർ കടന്നവരാണ്. അങ്ങനെ അർജുൻ്റെ ചേതനയേറ്റ ശരീരവുമായി അത് ഏറ്റുവാങ്ങി അവർ തിരികെ പോകുമ്പോൾ അവർക്ക് വിങ്ങിപ്പൊട്ടാനല്ലാതെ മറ്റെന്ത് ചെയ്യാനാകും എന്ന കാര്യമുണ്ട്. എന്തായാലും അർജുൻ യാത്രയാവുകയാണ്. അവസാനത്തെ യാത്ര ഇതാ ഇപ്പോൾ ഈ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. എന്തായാലും അതൊരു വളരെ വേദനിപ്പിക്കുന്നു. കേരളത്തിലെ ജനതയാകെ അർജുന് വേണ്ടി നിന്നത് നമ്മൾ കണ്ടതാണ്. അർജുൻ്റെ മടങ്ങി വരവിന് വേണ്ടി അവർ ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിങ്ങനെ ഒരു വേദന കാഴ്ചയായി, തീരാ നോവായി അർജുൻ ഇങ്ങനെ ഒരു അവസാന യാത്രയിലൂടെ കടന്നു പോകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് ഒരു ഘട്ടത്തിലും നമ്മളത് ആഗ്രഹിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് 72 ദിവസത്തിന് ശേഷമാണ് അർജുനെ കണ്ടെത്തിയത്. അതിനുശേഷം അർജുൻ്റെ വാഹനം, അതായത് അർജുൻ്റെ ലോറി കരയിലേക്ക് എത്തിച്ച ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ആ ക്യാബിനുള്ളിൽ അർജുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ, അത് അർജുൻ്റെ മകൻ്റെ കളിപ്പാട്ടം ഉൾപ്പെടെ അർജുൻ്റെ വസ്ത്രങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഗംഗാവലി പുഴയോരം ഒരു വേദന നിറഞ്ഞ ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്നു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഷിരൂരിൽ നിന്ന് കാർവാറിൽ നിന്ന് തിരിച്ച ആംബുലൻസാണ് കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതം മുഴുവൻ കണ്ട് കൊതി തീരാത്ത
ഒരു ചെറുപ്പക്കാരൻ അർജുൻ എന്ന ഈ ചെറുപ്പക്കാരൻ ചേതനയേറ്റ ശരീരമായി ഈ ആംബുലൻസിലുണ്ട്. ഒരുപക്ഷേ താൻ ഓടിച്ചു നടന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു മടങ്ങുകയാണ്. ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ഇല്ലാത്ത ഒരു മടക്കയാത്ര. കണ്ണാടിക്കലിലെ ഈ വീടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് കാണുന്നത്. അവിടെ ഒരു അമ്മയുണ്ട്. ഒരുപക്ഷേ ഈ മകൻ തിരിച്ചു വരുമെന്ന് ആദ്യ നാളുകൾ വിശ്വസിച്ചു പോയ ഒരമ്മ. അപ്പോൾ ഈ അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഈ അമ്മ ആദ്യം നമ്മോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ അമ്മ പ്രകടിപ്പിച്ചൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ മകൻ മടങ്ങി വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ അമ്മ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുകയായിരുന്നു. ഗംഗാവലി പുഴയുടെ അടിയിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുകയായിരുന്ന അർജുൻ ഒരുപക്ഷെ ഒരിക്കലും കേട്ടുകഴിവില്ലാത്ത സമാനതകളില്ലാത്ത ഒരു രക്ഷാദൗത്യത്തിലൂടെ ഈ ലോറി കണ്ടുപിടിക്കുന്നു. ലോറിയുടെ ക്യാബിനിൽ മരിച്ചു കിടക്കുകയായിരുന്ന അർജുനെ കണ്ടെത്തുന്നു. അർജുൻ്റെ ഈ മടക്കയാത്ര ഇതും മലയാളി സമൂഹം കാണുന്നുണ്ടല്ലോ. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ഈ അടുത്ത കാലത്ത് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ പ്രകടിപ്പിച്ച ഒരു ഐക്യവും സമാനതകളില്ലാത്ത ഒരു കൺസോൾട്ടേഷനും ഒക്കെ ഉണ്ടായി അർജുനെ കണ്ടുപിടിക്കണം എന്ന കാര്യത്തിൽ. ഈ ആംബുലൻസ് ഓടി വരുന്നത് ഒരു കണ്ണീർ പാടത്തേക്കാണ് എന്ന് ഞാൻ അറിയുന്നു. അർജുൻ്റെ കണ്ണാടിക്കലെ വീട്ടിൽ ഇപ്പോൾ മിഥില ബാലനുണ്ട്. മിഥില നമുക്കൊപ്പം ചേരുകയാണ്. മിഥില, തീർച്ചയായും എസ് കെ പറഞ്ഞതുപോലെ തന്നെ ഒരു കണ്ണീർ പാടത്തേക്ക് തന്നെയാണ് അർജുനുമായുള്ള ആംബുലൻസ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 8-നാണ് ഈ വീട്ടിൽ നിന്നും അർജുൻ പോയത്. പിന്നീട് നാളെയാണ് അർജുൻ ഇങ്ങോട്ട് തിരിച്ചെത്തുന്നത്. അർജുന് ഏറ്റവും പ്രിയപ്പെട്ട വീട്, ഏറ്റവും പ്രിയപ്പെട്ട ഇടം, ബന്ധുക്കൾ, അമ്മ, അച്ഛൻ, ഭാര്യ, സഹോദരിമാർ, അങ്ങനെ അർജുനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഇടം. ആ ഇടത്തേക്കാണ് അർജുൻ മടങ്ങി വരുന്നത്. അർജുന് അന്ത്യയാത്ര നൽകാൻ അർജുൻ്റെ നാട്, കണ്ണാടിക്കൽ നാടും ഒരു പ്രദേശവും കേരളക്കരെ ആകെ കഴിഞ്ഞ 72 ദിവസം എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുനു വേണ്ടിയുള്ള ആ തിരച്ചിൽ കേരളക്കര കാണിച്ച ഐക്യം, കർണാടക സർക്കാർ കാണിച്ച ഐക്യം, അതെല്ലാം നാളെ ഇങ്ങോട്ട് ഒരുപാട് പേർ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് നാളെ അർജുന് അന്ത്യയാത്ര നൽകാനായി എത്തും എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അല്പസമയം മുമ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എത്തിയിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MP എത്തിയിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ പുലർച്ചെ 5 മണിക്കാണ് വടകര അഴിയൂർ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം അദ്ദേഹം ആ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. രാവിലെ 6 മണിയോടെയാണ് നിലവിലിപ്പോൾ പൂളാടിക്കുന്നിൽ വെച്ച് അർജുൻ്റെ ഭൗതികദേഹം അർജുൻ്റെ സഹപ്രവർത്തകർ, അതായത് ലോറി ഡ്രൈവർമാരും ലോറി തൊഴിലാളികളും ഏറ്റുവാങ്ങും. അതിനുശേഷം അവർ അവിടെ നിന്നും വിലാപയാത്രയായി കണ്ണാടിക്കലിലേക്ക് എത്തും. പൂളാടിക്കടവിൽ നിന്ന് കണ്ണാടിക്കൽ വരെ ലോറി ഡ്രൈവർമാരുടെ നേതൃത്വത്തിലായിരിക്കും വിലാപയാത്ര ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഈ ജനങ്ങളുടെ, അർജുൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ, കൂട്ടുകാരുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു വിലാപയാത്ര ഈ കണ്ണാടിക്കലിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വീട്ടിലേക്ക് എത്തുക. തുടർന്ന് ഇവിടെ പൊതുദർശനമാണ്. നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് 1 മണിക്കൂർ സമയം പൊതുദർശനമാണ്. എന്നാൽ ഇവിടെ എത്തുന്ന എല്ലാവർക്കും അർജുനെ ഒരു നോക്ക് കാണാൻ ഉള്ള സജ്ജീകരണം ഇവിടെ നടത്തും എന്ന് തന്നെയാണ് ബന്ധുക്കളും സ്ഥലം കൗൺസിലറും എല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് 11 മണിയോടെയാണ് നിലവിലിപ്പോൾ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏകദേശം 11 മണി എന്ന ഒരു തീരുമാനമാണ് നിലവിൽ എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ അത് ആളുകൾ കൂടുതൽ ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ, നമ്മൾ കണ്ടതാണ് അർജുൻ്റെ മൃതദേഹം ലഭിച്ച അന്നു മുതൽ ഇങ്ങോട്ട് അർജുൻ്റെ കുടുംബത്തെ, അമ്മയെയും അച്ഛനെയും സഹോദരിമാരെയും എല്ലാം ആശ്വസിക്കാൻ വേണ്ടി കേരളക്കരെ ഒന്നാകെ ഇങ്ങോട്ട് എത്തുന്ന കാഴ്ച. അങ്ങനെയെങ്കിൽ ആ ആളുകൾക്കെല്ലാം ഒരു നോക്ക് കാണുവാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടാകും. അതിനുശേഷമാണ് നിലവിൽ വീടിനോട് ചേർന്ന് വീടിൻ്റെ പിന്നിലായിട്ടുള്ള സ്ഥലത്താണ് അർജുന് സംസ്കാര ചടങ്ങുകൾക്കായുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. 11 മണിയോടെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അർജുൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അങ്ങനെ ഒരുപാട് പേർ ഇവിടെയുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് അർജുനെ നിങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നത്? അർജുനതാ കിഷോറേ ഒന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ അർജുനെ ഈ നിമിഷത്തിൽ ഓർത്തെടുക്കുന്നത്? അർജുന ഞങ്ങളുടെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. നമ്മളെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നൊരു ആളുമാണ്. എല്ലാറ്റും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ഒരാളാണ്. ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നഷ്ടപ്പെട്ടതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലിയൊരു ദുരന്തം തന്നെയാണ് സംഭവിച്ചത്.
അപ്പോൾ ഇവിടെയുള്ള നാട്ടിലെ മൊത്തം ഒരു പ്രയാസമായിട്ട് കർണാടകത്തെ കാർവാറിൽ നിന്ന് ഓടി വരുന്ന ഒരു ആംബുലൻസ്, ആ ആംബുലൻസിൽ ഒരുപാട് ഓർമ്മകൾ നമ്മൾക്ക് സമ്മാനിച്ച് മടങ്ങിപ്പോവുകയാണ്. ഒരുപക്ഷെ ഈ മടക്കയാത്ര ഇനി ഒരിക്കലും നടത്താത്ത യാത്ര, താൻ സഞ്ചരിച്ച അതേ വഴികളിലൂടെ ഒരു മടക്കയാത്ര, ഒരുപക്ഷെ ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിൽ 72 ദിവസങ്ങളോളം കിടന്ന അർജുൻ്റെ ഈ മടക്കയാത്ര, ആ മടക്കയാത്ര ജീവിതത്തിൽ തനിച്ചായി എന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഭാര്യയുടെ കണ്ണുനീരിലേക്കാണ് ഈ വണ്ടി ഓടിച്ചെന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ചില പ്രേക്ഷകരെന്നെ ഓർമ്മിക്കുന്ന ആ ഭാര്യയുടെ കാര്യം തീർച്ചയായിട്ടും ആ കുട്ടിക്ക് സർക്കാർ ജോലി കൊടുത്തു, തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യമാണ്. കുട്ടിക്ക് വാങ്ങിച്ച കളിപ്പാട്ടം, അതുപോലെ ഒരു ലോറിയുടെ കളിപ്പാട്ടം, ഇതൊക്കെ വണ്ടിയിൽ വാങ്ങി ക്യാബിനിൽ സൂക്ഷിച്ചിരുന്നു അർജുൻ. എപ്പോഴും കുടുംബത്തിൻ്റെ ഓർമ്മകളുമായിട്ട് സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ. കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഈ ആംബുലൻസ് ഓടിയെത്തുമ്പോൾ ഒരുപാട് വേദനകൾ ആളുകളുമായിട്ട് പങ്കുവയ്ക്കും. നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു അർജുൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പ, ഈ ആംബുലൻസിനെ അനുഗമിക്കുന്ന നമ്മുടെ പ്രതിനിധി അർജുൻ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ ശരിക്കും അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേർന്നു. അരുൺ, എനിക്കറിയാം വൈകുന്നേരം 6 മണിക്ക് തിരിച്ച വാഹനം ഈ ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ അതൊരു 4 മണിയൊക്കെ ആകുമ്പം കോഴിക്കോട് എത്താൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഒരു കണക്കൂട്ടൽ? ഈ പൊതുദർശനമൊക്കെ അവിടെ ഉണ്ട്, 1 മണിക്കൂർ മാത്രം ദൈർഘ്യമേ ഉണ്ടാകൂ എന്ന് മിഥില ബാലൻ പറയുന്നു. എന്നാൽ എല്ലാവർക്കും കാണാൻ അവസരം ഉണ്ടാകും എന്നും പറയുന്നു. നമുക്കറിയാം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ മൃതദേഹമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി തീർക്കുകയായിരിക്കും ഏറ്റവും കരണീയമെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ അർജുൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളി സമൂഹം എപ്പോഴും ഈ മലയാളികൾ പറഞ്ഞ ഒരു സ്വപ്നമുണ്ട് നമ്മുടെ യൂട്യൂബിൽ. എവിടെയോ അർജുൻ പോയിട്ട് പെട്ടെന്നൊരു ദിവസം രാവിലെ അർജുൻ കയറി വരുമെന്ന് പറഞ്ഞ എത്രയോ പ്രേക്ഷകരുണ്ട്. അവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ തീമഴ പെയ്ച്ചുകൊണ്ട് ആ സംഭവം നമ്മളെ നടുക്കി വരികയായിരുന്നു. ഗംഗാവലി പുഴയ്ക്കടിയിൽ മരിച്ചു കിടക്കുന്ന അർജുൻ്റെ രംഗം. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, പറയൂ. SKN 6 മണിയോടെയാണ് അർജുൻ്റെ ബന്ധുക്കൾ ഈ മൃതദേഹം കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഏറെ വൈകാതെ തന്നെ യാത്ര ആരംഭിച്ചു. രാവിലെ 6 മണിയോടെ കോഴിക്കോട് എത്തിച്ചേരുക എന്ന രീതിയിലാണ് നിലവിലിപ്പോൾ ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ഏറെ വേഗത്തിലല്ല ആംബുലൻസ് പോകുന്നത്. അങ്ങനെ ആംബുലൻസ് ഏറെ വേഗത്തിലല്ല പോകുന്നത്, അല്പം പതിയെയാണ് പോകുന്നത്. 6 മണിയോടെ കോഴിക്കോട് എത്തുക എന്ന രീതിയിലാണ് നിലവിലിപ്പോൾ ഈ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് ഉൾപ്പെടെയുള്ളവർ ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കർണാടക പോലീസ് പൂർണ്ണമായും കോഴിക്കോട് വീട്ടിലെത്തിക്കുന്നത് വരെ മൃതദേഹത്തെ അനുഗമിക്കും. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഈ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമാണ്. കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 5 ലക്ഷം രൂപ സതീഷ് കൃഷ്ണസേൽ MLA അർജുൻ്റെ കുടുംബത്തിന്, അർജുൻ്റെ മാതാവിന് നേരിട്ട് അത് വീട്ടിലെത്തി കൈമാറും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രൈം ടൈം വിത്ത് SKN തുടരുകയാണ്. ഇന്നൊരു സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തും മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ MV ശ്രേയാംസ് കുമാർ, അദ്ദേഹം INS ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന് 24-ന്റെ അഭിനന്ദനങ്ങൾ. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്ത നടപടി ഇന്ന് കേരള ഗവർണർ മരവിപ്പിച്ചു. ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി എന്തായാലും അപ്രതീക്ഷിതമായി എന്ന് വേണമെങ്കിൽ പറയാം. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോട്ടീസും കൊടുത്തു. സിദ്ധാർത്ഥൻ്റെ കുടുംബം ഇന്ന് ഗവർണറെ കണ്ട് പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ നടപടി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രതീക്ഷിച്ച രാജ്ഭവൻ നടപടിയാണോ? SKN ഇന്ന് ഉച്ചയോട് കൂടി തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കൂടിയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ കോളേജിലെ ഡീനും അസിസ്റ്റന്റ് വാർഡനും നിലവിൽ സസ്പെൻഷനിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗം, സർവകലാശാല ഭരണസമിതി യോഗമാണ് ഇരുവരെയും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ കുടുംബം ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം വിദ്യാർത്ഥികൾ ചെയ്തതിനേക്കാൾ വലിയ
കുറ്റമാണ് അധ്യാപകർ ചെയ്തത്. ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ക്രൂരമായ പീഡനത്തിന് ഈ അധ്യാപകരും കൂട്ടുനിന്നു എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ അന്വേഷണം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസായിരിക്കെ ഇരുവരെയും തിരിച്ചെടുത്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാരിനെതിരെ വലിയ വിമർശനവുമായും ഈ കുടുംബം രംഗത്ത് വന്നിരുന്നു. ഇന്ന് ഗവർണർക്ക് ഇത് പരാതിയായി കുടുംബം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ ഇരുവരെയും, അതായത് സർവകലാശാല ഈ വെറ്റിനറി കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്ത നടപടി, ആ തീരുമാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മരവിപ്പിച്ചത്. ആ ദിവസം ചേർന്ന ഈ ഭരണസമിതി മിനിറ്റ്സ് യോഗവും നിലവിൽ ഈ ഗവർണർ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാല വിസിക്കും ഇതിനോടകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൽ ഈ നടപടി മരവിപ്പിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് നേരത്തെ പ്രതീക്ഷ, ഇപ്പം ഞാൻ മടങ്ങി വരാം പ്രതീക്ഷയിലേക്ക്. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ നമുക്കിപ്പം ടെലിഫോണിലായിട്ട് ചേരുന്നു. അമ്മ, എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അമ്മയ്ക്ക്. ഇന്നിപ്പോൾ ഗവർണറെ കണ്ടു, ഗവർണർ അപ്പോൾ തന്നെ നടപടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അമ്മയ്ക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സാറ്, നമ്മുടെ കേസിന്റെ തുടക്കം മുതൽ ഈ ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം സാറിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പരാതി ഇന്നൊരു 11 മണിയായപ്പോൾ ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലും ആന്റി റാഗിംഗ് റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഡീനും അസിസ്റ്റന്റ് വാർഡനും ഗുരുതര വീഴ്ച ഉണ്ടായിരുന്നു എന്നാണ്. കൂടാതെ ഈ കുട്ടികൾ ചെയ്ത കുറ്റത്തിന് കൂട്ടുനിന്നത് പോയിട്ട് ബാക്കി എല്ലാ തെളിവുകളും അവിടെ നശിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്നത് വിസിയും ഡീനും അസിസ്റ്റന്റ് വാർഡനുമാണ്. ഗവർണർ എന്താണ് അപ്പോ അമ്മയുടെ ഒക്കെ പറഞ്ഞത്? അമ്മ തനിച്ചാണോ പോയത്? ഇല്ല, ഞങ്ങൾ മെയിൽ ചെയ്യുകയാണ് ചെയ്തത്. അല്ല, എന്താ അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു ടെലിഫോണിൽ വിളിച്ചപ്പോ? അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇത് ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ മാനേജിംഗ് കൗൺസിൽ ചേർന്നിട്ട് തീരുമാനിച്ചതാണ്. അദ്ദേഹത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജുഡീഷ്യൽ അന്വേഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ CBIയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവര് ഇതിൽ കയറ്റിയാല്, സർവീസിലോട്ട് കയറ്റിയാല് സാക്ഷികളെ തന്നെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ വിഷമങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെയും കൂടെ നിൽക്കുന്നുണ്ട്. ഇത് അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും പെട്ടെന്നൊരു ഞെട്ടലായിരുന്നു. അടുത്തിനി കുട്ടികളെ ഇനി അകത്ത് കയറുമോ, കോളേജിലോട്ട് കയറുമോ എന്നൊക്കെയുള്ള ഒരു ആവലാതിയായിരുന്നു. ഇതിപ്പോ ഈ അതിനുശേഷം ഞങ്ങൾ ഈ നിവേദനം കൊടുത്തത്. ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ മാനേജിംഗ് കൗൺസിലുള്ള അംഗങ്ങൾ 16 അംഗങ്ങളില് BCയും MLA സിദ്ദിഖും പിന്നെ ബാക്കി 2-3 പേരും അല്ലാതെ ബാക്കിയുള്ളവരായതിനു വേണ്ടി സംസാരിച്ചതെന്ന് പറയുന്നു. അതിൽ സച്ചിൻ ദേവ് MLA അതിനു വേണ്ടി ഇവരെ രണ്ടുപേരും തിരികെ എടുത്തേ മതിയാകൂ എന്ന് ആക്രോശിച്ചു പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഒരു മനുഷ്യ പരിഗണന പോലും ഇല്ലാതെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഈ നിമിഷം വരെയും. കാരണം അമ്മ പറയുന്നത് ഈ പറയുന്ന കക്ഷികൾക്കൊന്നും ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു വേദന ഇല്ല എന്നാണോ? വേദന ഉണ്ടെങ്കിൽ ആ സാറ് കാര്യങ്ങൾ നടന്ന് CBIയുടെ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. അവരെ ഗുരുതര വീഴ്ചയെന്ന് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ പേർക്കും അറിയാനുള്ള കാര്യങ്ങളായിരുന്നു. അതിനിടയിൽ ഇവരെ സർവീസിലോട്ട് കയറ്റിയാൽ നമുക്ക് സർക്കാരിനോട് എന്താണ് വിശ്വാസം? അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റുള്ള കുട്ടികൾക്കുള്ള അച്ഛനമ്മമാർക്ക് മറ്റുള്ള കുട്ടികളെ കോളേജിലോട്ട് വിടുമ്പോൾ എന്തൊരു ധൈര്യം നമ്മുടെ ആരെ കയ്യിലാണ്? ഈ ഡീന് അസിസ്റ്റന്റ് വാർഡന് വേറൊരു കോളേജിലോട്ട് കയറുന്നത് ഇതേ പോസ്റ്റിലാണ്. അവിടെയും ഉണ്ട് കുഞ്ഞുങ്ങള്. അവിടെയും രാഷ്ട്രീയം ഉണ്ടാക്കാൻ ഡീന് രാഷ്ട്രീയത്തിന് സപ്പോർട്ട് ചെയ്ത്, കോളേജിലെ രാഷ്ട്രീയം സപ്പോർട്ട് ചെയ്തത് ഡീനാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയാണ്. അപ്പൊ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇതിലൊരു കളിയും കൂടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അമ്മ അങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ? വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ നടന്ന മാനേജിംഗ് കൗൺസിലിലെ കമ്മിറ്റിയില് ഈ സച്ചിൻ ദേവ് കാണിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെല്ലാം അത്രയ്ക്കും വിശ്വാസമാണ്. രാഷ്ട്രീയത്തിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളത് വിശ്വാസമാണ് ഞങ്ങൾക്കിപ്പോ. ഓക്കെ അമ്മ എന്തായാലും അമ്മയുടെ ഈ പോരാട്ടം എനിക്ക് മനസ്സിലാക്കുന്നു. ഒരു മകൻ്റെ ദുരൂഹമായ മരണത്തിൽ വേദന ഉൾക്കൊണ്ട് ആ മരണം എങ്ങനെ ഉണ്ടായി എന്ന് നാട്ടുകാരെയും അധികാരികളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഒരു അമ്മ പെടുന്ന പാടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ നടപടിയെടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയാതെ ആലോചിച്ചു പോകുന്നത്. ഒരു പെറ്റമ്മയുടെ കണ്ണീരിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാതെ പോവുകയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നു. MG പ്രതീഷ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ്, പറയൂ, ഈ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്തായാലും ഗവർണർ നടപടിയെടുത്തു, അവരെ തിരിച്ചെടുത്ത നടപടി റദ്ദ് ചെയ്തു. പറയൂ ബാക്കി വിവരങ്ങൾ.
തീർച്ചയായും. കാരണം ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗവർണർ ജുഡീഷ്യൽ കമ്മീഷന് വെച്ച അന്വേഷണം നടത്തിയിരുന്നു. ഇതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇരുവരെയും തിരിച്ചെടുത്തത്. അതുകൂടി പരിഗണിച്ചാണ് നിലവിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ യോഗം ചേർന്ന ഘട്ടത്തിൽ 1-2 അംഗങ്ങൾ ഇതിൽ വിയോജനക്കുറിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് സർവകലാശാല ഭരണസമിതി ഈ രണ്ടുപേരെയും തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഗവർണർ കുടുംബത്തിന്റെ പരാതിയിൽ ഇടപെട്ടിരിക്കുന്നു. രണ്ടുപേരെയും തിരിച്ചെടുത്ത നടപടി മരവിപ്പിച്ചിരിക്കുന്നു. അതോടുകൂടി തന്നെ ഈ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും നിലവിലെ സസ്പെൻഷൻ അതേപോലെ തുടരുക തന്നെ ചെയ്യും. SK. ഓക്കെ, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾക്കറിയുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അംഗം വെട്ടുകയായിരുന്ന അൻവർ യുദ്ധം തുടരുകയാണ്. പക്ഷേ പാർട്ടി വഴിപിരിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ചട്ടം ലംഘിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷം നടന്നു. കാർഡിയോളജി വിഭാഗമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. മെഡിക്കൽ കോളേജ് കാത്ത് ലാബിൽ ഉച്ചയ്ക്ക് തുടങ്ങിയ ഓണാഘോഷ പരിപാടികൾ ഇപ്പോഴും തുടരുകയാണെന്ന് തിരുവനന്തപുരത്ത് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നു. നിയമവിരുദ്ധമായ നടപടിയാണ്. തിയേറ്റർ യൂണിഫോമിൽ കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ ഓണസദ്യ കഴിക്കുന്ന ചിത്രങ്ങളും 24 ലഭിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മളത് കാണിച്ചു തരാം. MG പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ പറയൂ. SKN, വളരെ ഗുരുതരമായ ചട്ടലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗമാണ് ചട്ടം ലംഘിച്ച ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം കാത്ത് ലാബിലാണ് ഇത്തരത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ തന്നെ ആശുപത്രിക്കുള്ളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തരുതെന്ന് പ്രിൻസിപ്പൽ നിർദ്ദേശം നൽകിയിരുന്നു. ഈ പ്രിൻസിപ്പലിന്റെ വിലക്കുൾപ്പെടെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായ സംഭവങ്ങൾ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നേരത്തെ സമാനമായ രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അത് വലിയ വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് വീണ്ടും ഈ വർഷം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെ തിയേറ്റർ യൂണിഫോമിലാണ് ഓണസദ്യ കഴിക്കുന്നത്. വളരെ സുരക്ഷിതമായൊരു മേഖല കൂടിയാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതും ഈ കാത്ത് ലാബിനുള്ളിലാണ് നിലവിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാത്ത് ലാബിനുള്ളിൽ ഒരു കോൺഫറൻസിംഗ് റൂമുണ്ട്. ആ റൂമിനുള്ളിലാണ് മറ്റ് കലാപരിപാടികളും നടക്കുന്നത്. രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ കലാപ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഓപ്പറേഷൻ തിയേറ്റർ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമം ഓണാഘോഷം വേണ്ടേന്ന് ചോദിച്ചാൽ പോലുള്ള ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓണാഘോഷം നടത്തി റെക്കോർഡിട്ട കക്ഷികളാണല്ലോ ഇവരൊക്കെ. അപ്പോൾ അന്നും ഈ പ്രിൻസിപ്പലെ തടഞ്ഞിരുന്നു. ഇതെന്താണ് ഇവർക്ക് ഈ ഓപ്പറേഷൻ തിയേറ്റർ അകത്ത് തന്നെ ഓണാഘോഷം നടത്തണമെന്നുള്ള ഇത്ര നിർബന്ധം? ഓക്കെ, പറയൂ പ്രതീഷ്. SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിക്കുള്ളിൽ ഓണാഘോഷ പരിപാടികൾ നടത്തരുതെന്ന കർശന നിർദ്ദേശം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓണത്തിന് മുമ്പ് തന്നെ പല വിഭാഗങ്ങളും ഈ ഓണാഘോഷ പരിപാടിക്കായി അനുമതി ചോദിച്ച് പ്രിൻസിപ്പളുടെ അടുത്ത് എത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ പ്രിൻസിപ്പൾ ഇതിന് അനുമതി നൽകിയിരുന്നില്ല. പക്ഷേ ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. കാർഡിയോളജി വിഭാഗത്തിലെ കാത്ത് ലാബിനുള്ളിലാണ് ഈ ഓണസദ്യയും ഓണാഘോഷ പരിപാടികളും നടക്കുന്നത്. ഈ ഓപ്പറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള ഓപ്പറേഷനിൽ നടക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ ഡോക്ടർമാർ കൃത്യമായ ആശയവിനിമയം നടത്താൻ ഒരു കോൺഫറൻസിംഗ് റൂമുണ്ട്. ഈ റൂമിലാണ് നിലവിൽ ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇത് കൃത്യമായും ചട്ടവിരുദ്ധമാണ് എന്നതാണ് അഭിപ്രായം. കാരണം ഈ നേരത്തെയും സമാനമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ ഇത്തരത്തിൽ ആശുപത്രിക്കുള്ളിൽ സംഘടിപ്പിക്കുകയും അത് വലിയ
വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അച്ചടക്ക നടപടികൾ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിൽ പരിപാടി സംഘടിപ്പിച്ചവരെ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ നേരത്തെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് വീണ്ടും സമാനമായ രീതിയിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ആ പരിപാടി നിലവിൽ ഇപ്പോഴും തുടരുകയാണ്. SK. ഓക്കെ, അവർ അവസാനിപ്പിച്ചിട്ടില്ലേ? ഓക്കെ, നന്നായി. ഓക്കെ, താങ്ക് യു പ്രതീഷ്. യഥാർത്ഥത്തിൽ ഈ കാത്തലാബിൻ്റെ ഉള്ളിലും അതുപോലെ കാർഡിയോളജി വിഭാഗത്തിൻ്റെ ഉള്ളിലും ഒക്കെ തന്നെ ഓണാഘോഷം സംഘടിപ്പിക്കുന്ന ഈ ചേട്ടന്മാർക്ക് പുറത്തൊരു ഹോൾ എടുത്ത് ഓണാഘോഷം നടത്തിക്കൂടെ? ഇതൊക്കെ നമുക്ക് ചോദിക്കാനല്ലേ പറ്റൂ, അവർ ചെയ്യണ്ടേ? അപ്പോൾ പ്രൈം ടൈം തുടരുകയാണ്. ഇനി നമ്മൾ വാർത്തകൾ സംഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നു. നോക്കാം സ്പോട്ട് ലൈവ്. ഇന്നത്തെ വാർത്താപ്പകലിൽ വന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ടായിരുന്നു. തൃശ്ശൂർ ATM കവർച്ച കേസിലെ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നതായിരുന്നു ആ വാർത്ത. ATM കവർച്ച യഥാർത്ഥത്തിൽ ഒരു സാധാരണ സംഭവം പോലെയായിരുന്നു അവർ കാര്യമായിട്ട് ചെയ്തത്. എന്നാൽ ഈ പ്രതികൾ തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി. മോഷണത്തിന് ഉപയോഗിച്ച കാർ കണ്ടെയ്നറാക്കി കടന്നു കളയാനായിരുന്നു ഈ സംഘത്തിൻ്റെ ശ്രമം. എന്നാൽ തമിഴ്നാട്ടിലെ നാമക്കൽ നടു റോഡിൽ വെച്ച് ഏറ്റുമുട്ടലുണ്ടായി. പോലീസ് ഇവരെ പിടികൂടി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതിയെ പോലീസ് വെടിവെച്ച് കൊന്നു. സംഭവ സ്ഥലത്ത് നിന്നും നിഖിൽ പ്രമേഷ്, ഈ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ്. നിഖിൽ, എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? സത്യത്തിൽ ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു മോഷണവും കൃത്യമായ പോലീസിന്റെ ഇടപെടലിലൂടെ അതിനെ പൊളിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. തൃശ്ശൂരിൽ നിന്ന് 3 ഇടത്താണ്, അതായത് ഏതാനും ഇടവേളയിൽ 3 ഇടത്ത് മോഷണം നടത്തി ആ കാർ ഒരു കണ്ടെയ്നറിനുള്ളിൽ ഒളിപ്പിച്ച്, നമ്മൾ സത്യത്തിലെ ഹോളിവുഡ് സിനിമകളിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ 7 അംഗ സംഘം അവിടെ നിന്ന് കടന്നു കളയുകയാണ്. അങ്ങനെ ഇവർ ഈ പാലക്കാടും കോയമ്പത്തൂരും ഒക്കെ കടന്ന് നാമക്കലിലെത്തുകയാണ്. നാമക്കലിൽ വെച്ച് ഇവർ കടന്നു പോകുന്നതിനിടെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ പോകുമ്പോൾ അവിടെയുള്ള നിരവധി വാഹനങ്ങളിൽ ഈ സംഘം ഇടിക്കുകയാണ്. ലോറി, ഒരു കാറിലും നിരവധി ബൈക്കുകളിലും ഇടിച്ച് ഈ സംഘം നിർത്താതെ പോകുന്നു. കാരണം അതിവേഗതയിലാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഈ വാഹനങ്ങൾ നിരന്തരം ഇടിച്ചു പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഇവരെ ചേസ് ചെയ്ത് പിടികൂടുകയും ചെയ്തു. ഇവരുടെ വാഹനത്തിന് മുന്നിൽ പോലീസ് വാഹനം കൊണ്ട് നിർത്തുന്നു. ആ സമയത്താണ് ഇതിനുള്ളിൽ, കണ്ടെയ്നറിനുള്ളിൽ ആളുകളുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. കാരണം ശബ്ദം കേട്ടാണ് അവരത് തിരിച്ചറിയുന്നത്. തുടർന്ന് ഈ കണ്ടെയ്നർ തുറന്ന ഘട്ടത്തിൽ തന്നെ ഈ പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയത്താണ് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ, പ്രത്യേകിച്ച് കത്തി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ പ്രാണരക്ഷാർത്ഥം തങ്ങൾക്ക് വെടിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ DIG ഉമ ഈ വിഷയങ്ങൾ, സേലം DIG ഈ വിഷയം വിശദീകരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ ആശുപത്രിയിലുമുണ്ട്. 5 പ്രതികളാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. ഈ 5 പേരും ഇവരുടെ രീതികൾ ഇത് തന്നെയാണ്. SBIയുടെ ATMകൾ കേന്ദ്രീകരിച്ച് ഗൂഗിൾ മാപ്പിൽ അത് തിരഞ്ഞ് തങ്ങൾ ഓപ്പറേഷൻ പദ്ധതി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത ഏതൊക്കെ SBI ATMകളുണ്ടോ അവിടെ എത്തി മോഷണം നടത്തി കൃത്യമായി 2 സംഘങ്ങളായി മടങ്ങുക എന്നുള്ളതാണ് അവരുടെ രീതി. ഒരു സംഘം എപ്പോഴും കാറിൽ, മറ്റൊരു സംഘം ട്രക്കിൽ. ഇതാണ് അവരുടെ രീതി. ആ രീതിയാണ് ഒരുപക്ഷെ കണ്ണൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ATM തട്ടിപ്പ്, അതോടൊപ്പം തന്നെ കൃഷ്ണഗുഡി എന്ന സ്ഥലത്ത് നടന്ന തട്ടിപ്പ്, ഇതിലെല്ലാം പിന്നിൽ ഈ സംഘം തന്നെയാണോ എന്നുള്ള സംശയം കൂടി DIG പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രതികളെ നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കൂ എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കുന്നത്. അതുവരെ വിശദമായ ചോദ്യം ചെയ്യലിന് അവർക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും കേരളത്തിൽ നിന്നുള്ള, തൃശ്ശൂരിൽ നിന്നുള്ള പോലീസിന് ഈ പ്രതികളെ വിട്ടു നൽകുക. ഓക്കെ, നമുക്കൊപ്പം ചേർന്ന നിഖിൽ പ്രമേഷാണ് നാമക്കലിൽ നിന്ന്. തമിഴ്നാട്ടിലെ നാമക്കൽ വെച്ചാണ് ഈ പ്രതികളെ പോലീസ് പിടിച്ചത്. തമിഴ്നാട് പോലീസാണ് പിടിച്ചത്. അൻവർ യുദ്ധം തുടരുകയാണ്. പാർട്ടി പക്ഷേ വഴിപിരിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചതാണ് ഈ യാത്ര, അൻവറിൻ്റെ യാത്ര ഇങ്ങോട്ട് തന്നെയാണ് നമുക്കറിയാമായിരുന്നു. PV അൻവറുമായുള്ള എല്ലാ ബന്ധവും CPM അവസാനിപ്പിച്ചു. അൻവറിൻ്റെ ദുഷ്ടപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും തുറന്നു കാട്ടാനും അണികളോട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഡൽഹിയിൽ ആഹ്വാനം ചെയ്തു. CPM-നെ കുറിച്ച് PV അൻവറിന് ഒന്നും അറിയില്ലെന്നും വലതുപക്ഷത്തിൻ്റെ കോടാലിയായെന്നും MV ഗോവിന്ദൻ ഇന്ന് തുറന്നടിച്ചു. ഇനി തീപ്പന്തം പോലെ കത്തുമെന്നും ജനമൊപ്പമുണ്ടെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും PV അൻവറും വ്യക്തമാക്കി. അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. PV അൻവറുമായി ഇനി CPIM-ന് ബന്ധമില്ല. സർക്കാരിനെയും പാർട്ടിയെയും പിടിച്ചുലച്ച ആരോപണ പരമ്പരകൾക്കൊടുവിലാണ് PV അൻവർ പാർട്ടിയുടെ പടിക്ക് പുറത്തായത്. അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ CPIM അണികൾക്കുള്ള ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള നീക്കം കൂടിയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനത്തിന് പിന്നിൽ. അൻവർ
വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. CPIMന്റെ രീതിയും നയവും സംഘടനാ സംവിധാനവും അറിയാത്ത ആളെന്നാണ് PV അൻവറിനെ MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. അൻവറിന് ഇടതു പാരമ്പര്യമില്ലെന്നും തുറന്നടിച്ചു. പാർലമെന്ററി പാർട്ടിയിലെ സ്വതന്ത്ര അംഗമായ അൻവർ അല്പത്വമാണ് കാണിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് കുറ്റപ്പെടുത്തി. ഇടതുബന്ധം അവസാനിച്ചതോടെ PV അൻവറും അടുത്ത നീക്കങ്ങളെക്കുറിച്ച് സൂചന നൽകി. എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിനകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഇനി തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാൾ ഇതിൽ പേടിക്കേണ്ട കാര്യം തന്നെ. ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എന്റെ പരിമിതി നിന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും. ഇടതു സഹകരണത്തിന്റെ സാധ്യത PV അൻവറിന് മുന്നിൽ പൂർണ്ണമായും അടഞ്ഞു. ഇനിയുള്ള നീക്കങ്ങളും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാകും. 24 ഡൽഹി, മലപ്പുറം. PV അൻവറിന്റെ കടന്നാക്രമണങ്ങൾക്ക് 24 മണിക്കൂർ തികയും മുമ്പ് നേരിട്ടുള്ള മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു. PV അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ വ്യക്തമായെന്നും നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ തനിക്ക് വേവലാതി ഇല്ലെന്നായിരുന്നു 24ലൂടെ ഉടനടി PV അൻവറിന്റെ മറുപടി. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ സാവകാശമെടുത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദു താനാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ മറുപടിയുമായി ഡൽഹിയിൽ മാധ്യമങ്ങളുടെ മുന്നിലെത്തി. PV അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയമുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടിക്കും LDFനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അൻവറിന്റെ ലക്ഷ്യം പാർട്ടിയും സർക്കാരും മാത്രമല്ല, മുന്നണി കൂടിയാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഘടകകക്ഷികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. അൻവറിന്റെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കുന്നതിൽ CPI ഉൾപ്പെടെയുള്ളവർ ജാഗ്രത കാട്ടണമെന്ന സന്ദേശം. ഇപ്പോൾ പാർട്ടിക്കും LDFനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും വിശദമായി പറയാനുണ്ടെന്ന് വ്യക്തമാക്കുന്നതിലൂടെ PV അൻവറിന് മുന്നറിയിപ്പും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാകും. അതിനൊന്നും ഇപ്പോൾ വിശദീകരണമില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി 24ലൂടെ തത്സമയം കണ്ട PV അൻവർ ഉടനടി മറുപടി നൽകി. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇനിയും വസ്തുതയുണ്ടാവുന്നത് അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ടാവും. അതല്ല അദ്ദേഹം ഈ പറയുന്ന ADGPയുടെ വാക്ക് കേട്ട് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതുകൊണ്ടാകാം. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എനിക്ക് വേവലാതിയില്ല. ഇതുവരെയുള്ള അടവുകളും നയങ്ങളും മാറ്റി PV അൻവറും പിണറായി വിജയനും നേർക്കുനേർ വരികയാണ്. ബലാബല പരീക്ഷണമല്ലെങ്കിലും ഈ പോരിലെ രാഷ്ട്രീയ നേട്ടം ആർക്കെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 24 ഡൽഹി, മലപ്പുറം. PV അൻവറുമായി ഇനി ബന്ധമൊന്നുമില്ലെന്ന് CPM പ്രഖ്യാപിക്കുമ്പോഴും മുന്നണിയിലെ മറ്റ് കക്ഷികളുടെ നിലപാട് എന്താണ് എന്നതിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുകയാണ്. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്. ഷബീദ്, ഏതെങ്കിലും ഘടകകക്ഷികൾ വ്യക്തമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? SKN മുൻപെങ്ങും ചെന്നുപെട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലാണ് CPIയും LDFും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തോളോട് തോൾ ഒപ്പം ചേർന്ന അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ CPIന്റെ മുൻനിര പോരാളിയായി നിന്ന PV അൻവർ തിരിയുന്നു. PV അൻവറിനെതിരെ ഇന്ന് മലപ്പുറത്ത് നമ്മൾ കണ്ടതാണ്. നിലമ്പൂരിലും എടവണ്ണയിലും അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് ഏരിയ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ CPM വലിയ തരത്തിൽ പ്രതിരോധത്തിലാകുന്ന ഈ ഘട്ടത്തിൽ മുന്നണിക്കുള്ളിലും സമാനമായ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PV അൻവർ ലക്ഷ്യം വെക്കുന്നത് മുന്നണിയാണെന്ന് ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രി മറ്റ് ഘടകകക്ഷികൾക്ക് ഒരു സൂചന നൽകുകയാണെങ്കിലും അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ ഘടകകക്ഷികളിൽ ചിലർക്ക് വലിയ തരത്തിൽ അൻവറിനോട് ഐക്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം ഇന്ന് ആവർത്തിച്ചു. അദ്ദേഹം ഒരു ഉറച്ച സ്വരത്തിൽ പറയുന്നുണ്ട്,
അജിത് കുമാറിനെ മാറ്റും. RSSുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ല എന്ന് ഇന്ന് ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അപ്പോഴും PV അൻവറിന്റെ മറ്റ് ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണത്തിലേക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതേസമയം മറ്റു ഘടകകക്ഷികൾ ചിലർക്കും സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത്. ഇനി വരുന്ന LDF യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് അവർ കൂടി എത്തിച്ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഘടകകക്ഷികളെ CPIM കേൾക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതിയും. അതേസമയം ഇക്കാര്യത്തിൽ CPIM ആകട്ടെ നിലവിൽ പാർട്ടിയെ ആക്രമിക്കുന്ന PV അൻവറിനെ പരമാവധി പ്രതിരോധിക്കുക, അതുതന്നെയാണ് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞത്. ഒരുപക്ഷെ കടുപ്പിച്ച് മൂർച്ച കൂട്ടി നിലപാട് കടുപ്പിച്ച് പറയുന്നില്ലെങ്കിൽ കൂടി ആ രീതിയിലുള്ള പ്രതികരണം CPIMന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒഴിഞ്ഞു പോകുന്ന അൻവർ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുമ്പോൾ മുന്നണിക്കുള്ളിൽ അത് വലിയ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. SK. ഓക്കെ, താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷെവീദ് പറഞ്ഞ കാര്യത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PV അൻവറിൻ്റെ നീക്കങ്ങളോടും ഇടതുമുന്നണിയുടെ നടപടികളോടും അൻവറിൻ്റെ സ്വന്തം മണ്ഡലമായ നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ പ്രതികരണങ്ങൾ, കാര്യം വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ് അവിടെ ഈ PV അൻവർ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കം എന്നല്ല, CPMനെ തകർക്കാൻ വേണ്ടി എതിരാളികളുടെ ചട്ടുകമായി മാറുന്ന രാഷ്ട്രീയ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇതുവരെ ശരിയായിരുന്നു, ഇനി ശരിയല്ല. അതിനുള്ളും പറയാൻ അങ്ങനത്തെ ഒരാളെ വേണ്ട. ഒറ്റയാൾ സമരം, ഈ വൺമാൻ ഷോ, അതാണ് മൂപ്പർക്ക് പറ്റിയത്. നിലമ്പൂരത്തെ ജനത അദ്ദേഹത്തെ അതേപോലെ തന്നെ കാണുള്ളൂ. കുഴപ്പമൊന്നുമില്ല, അൻവർ നല്ലൊരു നേതാവാണ്. ഇനി മൂപ്പര് നിൽക്കുകയാണെങ്കിൽ ഏത് പാർട്ടിയിലായാലും ഇവർ നിൽക്കുകയാണെങ്കിലും എന്റെ വോട്ട് അൻവറിനെ തന്നെ. കാരണം ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളൊന്നുമില്ല, എന്നാലും അൻവറിനെ പിന്തുണക്കണേ. ഇടതുപക്ഷത്തിന്റെ സീറ്റിനായി കൊടുത്ത അൻവറാ. അൻവർ പറഞ്ഞത് കുറെ കാര്യങ്ങൾ തന്നെയാണ്. അൻവർ പറയുന്നത് കുറെ സത്യങ്ങളുണ്ട്, അതിന് വ്യക്തമായിട്ട് മറുപടി ഒന്നും ഇവർ പറയണില്ല. ഇത് വളരെ വളരെ ചെറ്റത്തിലാണ്, വളരെ വളരെ മോശം. എന്തുകൊണ്ടെന്നറിയില്ല. ഓനെ 2 വട്ടം വരെ ഓനോട് ക്ഷമിച്ച് നിൽക്കാൻ പറഞ്ഞാണല്ലോ, സമയമുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് എന്നും വാർത്ത സമ്മേളനം നടത്താൻ പാടുണ്ടോ? ഒന്നും പറയാല്ല. ഇപ്പൊ നമുക്ക് പബ്ലിക്കാൻ നിൽക്കുന്ന ആൾക്കാരില്ല, ഒന്നും പറഞ്ഞില്ല. അൻവറിനെ ഇവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി അൻവറിനെ ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ആ ജനങ്ങളോട് കൂറ് പുലർത്താൻ അൻവർ ശ്രമിച്ചില്ല. ഒരു ഏജിന് കൂടുതലുള്ള ആളുകൾ പാർട്ടിയുടെ കൂടെയാണ്, പക്ഷെ യൂത്ത് ആയിട്ടുള്ള നല്ല ശതമാനം ആളുകൾ PV അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. തൃശ്ശൂരിലെ ATM കവർച്ചാ കേസിൽ നാമക്കലിൽ ക്രിമിനൽ കോടതി ജഡ്ജി പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ച് നാമക്കൽ SP കുമാർ ഖന്നയും അവർക്കൊപ്പമുണ്ട്. പ്രതികളിൽ നിന്ന് നഷ്ടപ്പെട്ട നോട്ടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ചെന്നൈ ഇപ്പോൾ നാമക്കലിൽ നിന്ന് നമുക്കൊപ്പം ചെന്നൈയിൽ നമുക്കൊപ്പം മുഹമ്മദ് റഹീസ് ചേരുകയാണ്. റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറയൂ. SK, അല്പം മുമ്പാണ് ഈ നാമക്കലിലെ കുമാരപാളയം ക്രിമിനൽ ജഡ്ജ് മാലതി ഈ സ്ഥലത്തെത്തി, ഈ സംഘർഷം നടന്ന സ്ഥലത്ത്, എൻകൗണ്ടർ ഉൾപ്പെടെ നടന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. നാമക്കൽ SP കുമാർ ഖന്നയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രതികളിൽ നിന്ന് തെറിച്ചുപോയ നോട്ടുകൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്തിയത് 500-ന്റെ നോട്ടുകളാണ്. നേരത്തെ ഈ ATM കവർച്ചാ സംഘം 2 ബാഗുകളിലാക്കിയാണ് ഈ പണം മുഴുവനും അവരുടെ കണ്ടെയ്നറിൽ വെച്ചിരുന്നത്. ഒപ്പം പോലീസ് വന്നതോടുകൂടി അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായതോടുകൂടി ഈ പണമൊക്കെ എടുത്തുകൊണ്ട് സമീപത്തുള്ളൊരു കാട്ടിലേക്കാണ് ഇവർ ഓടിപ്പോകാൻ ശ്രമിച്ചത്. അങ്ങനെ ഓടുന്നതിനിടയിൽ ഇവർക്ക് നഷ്ടപ്പെട്ട പണമാണ്, ഇവരിൽ നിന്ന് തെറിച്ചുപോയ പണമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേസിൽ ഏറ്റവും നിർണായകമാണ്. കാരണം ATM കവർച്ച ചെയ്യപ്പെട്ട പണവും ഒപ്പം തന്നെ കണ്ടെടുത്ത പണവും തുല്യമായിരിക്കേണ്ടതുണ്ട്. അതിൽ ഒരു കൃത്യമായ കണക്ക് പോലീസിന്റെ പക്കൽ ഉണ്ടാകണം. കാരണം നാളെയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഒപ്പം തന്നെ ഈ കുമാരപാളയം ക്രിമിനൽ കോടതിയിലാണ് ഇവരെ ഹാജരാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ജഡ്ജിയും ഒപ്പം SP കുമാർ ഖന്നയും അടക്കം ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നത്. ഒപ്പം രാവിലെ 6:53-ന് ഈ വാഹനം കുമാരപാളയത്തേക്ക് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ അമിത വേഗത്തിലല്ലായിരുന്നു. ഇതിനർത്ഥം അവർ പിന്നീട് പോലീസ് തങ്ങളുടെ പിന്നാലെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതിന്റെ ഒരു ഭയപ്പാടിലാകണം ഇവർ വാഹനത്തിന്റെ വേഗത കൂട്ടിയത് എന്നുകൂടി മനസ്സിലാകുന്നു. എന്തായാലും അതിന്റെ പുതിയ CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. നാളെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. SKN. ഓക്കെ, നമുക്കിപ്പം ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് തത്സമയം ചേർന്നത്. എന്തായാലും അവരെ പോലീസ് പിടിച്ചല്ലോ, നമുക്കൊരാശ്വാസമായി.
അല്ലെങ്കിൽ അതൊക്കെ വലിയ വലിയ ദുരൂഹമായ കഥകളൊക്കെ ഉണ്ടാകാൻ കാരണമായേനെ. നിങ്ങൾക്കറിയാം, നാളെയാണ് നെഹ്റു ട്രോഫി ജലമാമാങ്കം. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിന് പുന്നമടക്കായൽ ഒരുങ്ങിക്കഴിഞ്ഞു. നെഹ്റു ട്രോഫി ജലമേള നാളെയാണ്. പുന്നമടയിലെ ഓളങ്ങൾ ഇളകുമ്പോൾ അതിൻ്റെ ആവേശം ഒട്ടും ചോർന്നു പോകാതെ നിങ്ങൾ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും 24 ചെയ്തു കഴിഞ്ഞു. ബോട്ട് ക്ലബ്ബുകളൊക്കെ തന്നെ ഇപ്പോൾ അവസാനവട്ട പരിശീലനത്തിലാണെന്ന് അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നുണ്ട്. വാനോളം പ്രതീക്ഷയിലാണ് ഓരോ വള്ളസമിതിയും. ഇപ്പോൾ പുന്നമടക്കായലിന് തീരത്ത് നിന്ന് മനീഷ് മഹിബാലും ടോബി ജോൺസണും ചേരും. ആദ്യം ടോബി ജോൺസണിലേക്ക്. ടോബി, എന്തൊക്കെയാണ് പുന്നമടയിൽ നിന്ന് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ? SKN എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും തന്നെ റെഡിയാകാനില്ല. ഈ ഇരുട്ട്, ഈ ഒരു രാത്രി ഒന്ന് ഇരുട്ടി വെളുത്താൽ നാളെ ആവേശം ഇവിടെ അലതല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ കാണുന്നതാണ് നെഹ്റു പവലിയൻ. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് കാണാം. ഈ കാണുന്ന തൂണുകൾ നാളെ ഒരു 5:30 കഴിയുമ്പോൾ ഈ തൂണുകൾ കടന്നു പോകുന്ന ചുണ്ടൻ ഏത് എന്നാണ് നമ്മളെല്ലാം ആവേശത്തോടെ നോക്കുന്നത്. ആ ചുണ്ടൻ പള്ളാത്തുരുത്തിയാണോ? 5ാം തവണ വീണ്ടും ഒരു വിജയം പള്ളാത്തുരുത്തിക്ക് സാധിക്കുമോ? അതോ KTBC, അതുപോലെ തന്നെ VBC, അങ്ങനെ കരുത്തന്മാരായ മറ്റ് ചുണ്ടൻ വള്ളങ്ങളുണ്ട്, അവരാകുമോ എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നമുക്കിനി ഒരു ദിവസം കൂടി കാത്തിരിക്കണം. എന്തായാലും SKN എൻ്റെ കൂടുതൽ മനീഷ് ഉണ്ട്, നമ്മുടെ ആലപ്പുഴ റിപ്പോർട്ടർ മനീഷ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനീഷ്, റെഡിയല്ലേ നമ്മൾ നാളത്തേക്ക്? നമ്മൾ പൂർണ്ണ സജ്ജമാണ്. ഇനിയിപ്പോൾ ഒരു തീരുമാനം മുഖ്യമന്ത്രി എത്തുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം 29 എത്തും. നാളെ എന്തായാലും മുഖ്യ അതിഥി മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വള്ളംകളി മാറ്റിവെച്ചത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ അതിന് ഒട്ടും ആവേശം തോരാത്ത തരത്തിൽ തന്നെ സംഘാടനം നടത്താനുള്ള തീരുമാനമായി കഴിഞ്ഞു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികൾ, നമ്മൾ ഫുട്ബോളിനും ക്രിക്കറ്റിനും ഒക്കെ തന്നെ കാണുന്നതിൽ അധികം വലിയ ആരാധക വൃന്ദം എന്താണെങ്കിലും ഈ വള്ളംകളിക്കുണ്ട്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ഈ കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്നും ഇനി രാവിലെ വള്ളംകളി കണ്ട് ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ തന്നെ പോലീസ് സംഘം ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ ഈ പാസ് മേടിച്ച് ദൂരദേശങ്ങളിൽ നിന്ന് അടക്കം വന്ന ആളുകളൊക്കെ പ്രൈം ടൈം ഏതാണ്ട് അവസാനിക്കാൻ സമയമാകുന്നു. ഇനി ബാലകൃഷ്ണൻ ഉണ്ട്. അതിനും ഒരു അറിയിക്കാനുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാത്തലാവിനുള്ളിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിൽ വാർത്ത വന്നല്ലോ. അതിന് പ്രിൻസിപ്പൽ അറിഞ്ഞിട്ടില്ല, അനുമതി എടുത്തില്ല. എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത്? വെറുതെ സമയം കളയണം. ഇനി വാൽകൃഷ്ണം. നേരി പറയണമല്ലോ, 8 കൊല്ലമായിട്ടുള്ളൊരു ബന്ധമാണ് ഇന്ന് അവസാനിച്ചത്. ആ ബന്ധത്തിലെ പല രഹസ്യങ്ങളും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അൻവറും പാർട്ടിയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ഉള്ളിൽ സങ്കടമുള്ള പല ആൾക്കാരുമുണ്ട്. കാണാം നമുക്ക്. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. അങ്ങനെ അൻവറിന് പാർട്ടി മൊഴി ചൊല്ലി. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഈ കപ്പൽ ഒന്നായിട്ട് മുങ്ങാൻ പോവല്ലേ സാർ? ഇതിനൊരു കപ്പിത്താനുണ്ട്. കപ്പലേ മുങ്ങിപ്പോവും. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞാണ് അൻവർ യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ അൻവർ പാർട്ടി മെമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ പാർട്ടിയെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നാണ് ഗോവിന്ദൻ മാഷ് ഇന്ന് പറഞ്ഞത്. പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിന്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വയറു നിറയെ കിട്ടിയപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അതായത് അൻവറിന് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല എന്നാണ് അതിന്റെ പച്ച മലയാളം. പാവപ്പെട്ട മനുഷ്യരുടെ നീതി നിഷേധം. അൻവർക്ക, ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞ കുറച്ച് സഖാക്കള് നിലമ്പൂർ അങ്ങാടിയിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ വയറു നിറയെ കിട്ടിയപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നിലമ്പൂരിലെ പാവപ്പെട്ട സഖാക്കളുടെ വിഷമം കണ്ട് സഹിക്കാഞ്ഞിട്ടാണ് അൻവർക്ക ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. നിങ്ങളുടെ മനസ്സിലുള്ള പാർട്ടിക്കാരാണോ അതോ ഗോവിന്ദൻ മാഷെ മനസ്സിലുള്ള പാർട്ടിക്കാരാണോ എന്നറിയില്ല. നിലമ്പൂരും മലപ്പുറത്തെ എല്ലാ അങ്ങാടികളിലും നിങ്ങളുടെ കരുതൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി മൊഴി ചൊല്ലിയതോടെ സൈബർ ഇടത്തിലും കവലകളിലും അൻവറിന്റെ തോളിന്ന് സഖാക്കൾ
കൈയെടുത്തു തുടങ്ങി എന്നാണ് നാട്ടുവർത്തമാനം. ഇനിയിപ്പോ എങ്ങനെ നാട് നന്നാക്കാനാണ് അൻവർക്ക് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു മഹീന്ദ്ര ജീപ്പിൽ 2 മൈക്കും കെട്ടിയിട്ട് പണ്ട് ഈ ലോട്ടറി വിൽക്കുന്നവനെ വിളിച്ചു പറഞ്ഞു നടക്കൂലേ, അതേപോലെ നടക്കാൻ പോവാ. ജീപ്പിന്റെ ബോണറ്റിൽ കയറി പ്രസംഗിക്കുമ്പോൾ ഫേസ്ബുക്കിലെ പോലെ ലൈക്ക് അടിക്കാൻ പറ്റൂല. മുൻപിൽ കൈയടിക്കാൻ ആള് വേണം. ആള് വരൂ അൻവർക്ക. ഈ ജനത്തിന് ഇതിൽ താല്പര്യമില്ലെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന മന്തിയും ഈ ചിക്കൻ മന്തിയും കുഴിമന്തിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ മലർന്ന് കിടക്കല്ലേ ചെറുപ്പക്കാര്. മറ്റേ സോഡ ഉണ്ട്, എന്ത് സോഡ ഇത്, ഇഞ്ചി സോഡ എന്നൊക്കെ. സാധാരണ മനുഷ്യനെ കുടിച്ചാൽ തലമിന്നി വീഴുന്നതാണ്. അത് കൂടല്ലൂരാ കിട്ടുക, ഇവിടുന്ന് വണ്ടി വിടുക, ഏതാ സോഡ കുടിക്കാൻ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് പോവാണ്. ഇതാണ് യുവാക്കള്. ആ യുവാക്കളോടെ സംസാരിക്കാനുള്ളത്. അപ്പൊ ഞാൻ സംസാരിച്ചു നോക്കും, ഇവരെ നുണത്താൻ പറ്റുമോ നോക്കും. പാർട്ടിക്കെതിരെ മാത്രമല്ല, കുഴിമന്തിക്കെതിരെയും അൻവറിന് ആക്ഷേപമുണ്ട്. കുഴിമന്തി കഴിക്കുന്നവരെ അൻവറിനെതിരെ രംഗത്തിറക്കുമോ? അൻവർ പറഞ്ഞ പോലെ ഫുൾജാർ സോഡയൊക്കെ കുടിച്ച് കിടക്കുന്നവരെ അൻവർ ഉണർത്തി പാർട്ടിക്കെതിരെ തിരിക്കുമോ എന്ന് കണ്ടറിയണം. പി വി അൻവറിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും നാളെയും അറിയാമല്ലോ. ഇനി വാർത്താമഴയുടെ ഊഴമാകുന്നു. നമ്മൾ പ്രൈം ടൈം വിത്ത് എസ്കെൻ ഇനി നാളെ രാത്രി 8:30. ഇനി വാർത്താമഴ. നല്ലൊരു രാത്രി നിങ്ങൾക്ക് ആശംസിക്കുന്നു. മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയട്ടെ. ഗുഡ് നൈറ്റ്.